ലൈഫ് പദ്ധതിയിൽ വീണ്ടും വ്യാജ അവകാശവാദവുമായി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് 4,55,000 വീടുകൾ നിർമ്മിച്ചു നൽകിയെന്നാണ് അവകാശപ്പെടുന്നത്. എന്നാൽ 2016 കോടിയേരി ബാലകൃഷ്ണന്റെ ചോദ്യത്തിന് നിയമസഭയിൽ ഉമ്മൻചാണ്ടി നൽകിയ മറുപടിയിൽ വ്യക്തമാക്കുന്നത് 3,432 വീടുകൾ മാത്രമാണ് നൽകിയതെന്നാണ്. കണ്ടിട്ട് വരാം. ലൈഫ് പദ്ധതിയിൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് 50,000 വീടുകൾ നിർമ്മിച്ചെന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ അവകാശവാദം. പറയുന്നത് 4,21,000 വീട് ചെയ്തെന്ന അതിൽ 50,000 വീട് നമ്മുടെ കാലത്ത് തുടങ്ങിയതാണ്. 3,75 5 പദ്ധതികൾ ചേർന്ന ലൈഫിലൂടെ UDF സർക്കാരിന്റെ കാലത്ത് 4,55,000 വീടുകൾ വെച്ചെന്നും വി.ഡി. സതീശൻ പറയുന്നുണ്ട്. എന്നാൽ ഇക്കാര്യം ആരോടും പറഞ്ഞില്ലെന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. 5 പദ്ധതികൾ ഒരുമിപ്പിച്ചിട്ടാണ് ഈ ലൈഫ് ഉണ്ടാക്കിയത്. ഈ 5 പദ്ധതികളും കൂടി 2011 മുതൽ 2016 വരെ എത്ര വീട് വെച്ചെന്നറിയാമോ? നമ്മുടെ UDF സർക്കാരിന്റെ കാലത്ത് 4,55,000 വീട് വെച്ചു. ഇനി ചില കണക്കുകൾ നോക്കാം. 2016 കോടിയേരി ബാലകൃഷ്ണൻ ഉമ്മൻചാണ്ടിയോട് നിയമസഭയിൽ ചോദിച്ച ചോദ്യം ഇങ്ങനെ: കഴിഞ്ഞ 5 വർഷത്തിൽ എത്ര പേർക്ക് സർക്കാർ പദ്ധതികളിലൂടെ പാർപ്പിടം നൽകി? ഇപ്പോഴും പാർപ്പിടമില്ലാത്ത കുടുംബങ്ങൾ എത്രയെന്ന് വ്യക്തമാക്കാമോ? എന്നാൽ ഉമ്മൻചാണ്ടി നൽകിയ മറുപടിയിൽ വി.ഡി. സതീശൻ പറയുന്ന കണക്കുകൾ കാണാനേയില്ല. അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ കണക്കുകൾ ഇങ്ങനെ: 2013 മുതൽ 16 വരെ ഗൃഹശ്രീ പദ്ധതി പ്രകാരം യഥാക്രമം 522, 709, 1,500 വീടുകൾക്കാണ് അനുമതി നൽകിയത്. ആകെ 2,734 വീടുകൾ. സുരക്ഷാ ഭവന പദ്ധതി പ്രകാരം 2011 മുതൽ 2016 വരെ 698 വീടുകൾ. ഇത്തരത്തിൽ ആകെ 3,432 വീടുകൾ. മറുപടി നൽകിയത് 2016 ഫെബ്രുവരി 24 ഇനി കോടിയേരിക്ക് ഉമ്മൻചാണ്ടി നൽകിയ മറ്റൊരു മറുപടി നോക്കാം. ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ 2013 കണക്കനുസരിച്ച് ഭവനരഹിതരുടെ എണ്ണം 4,70,606. അതിൽ 4.5 ലക്ഷം വീടുകൾ UDF സർക്കാർ നൽകിയെങ്കിൽ LDF സർക്കാരിന് എങ്ങനെ 4,15 ലക്ഷം വീടുകൾ നൽകാനാകും? സതീശൻ തന്നെ LDF സർക്കാരിന്റെ കാലത്ത് 4,15 ലക്ഷം വീടുകൾ നൽകിയെന്ന് സമ്മതിക്കുന്നുമുണ്ട്. പറയുന്നത് 4,21,000 വീട് ചെയ്തെന്ന. എന്തായാലും വ്യാജ കണക്കുകൾ നിരത്തി അവകാശവാദം ഉന്നയിക്കുന്ന പ്രതിപക്ഷ നേതാവിനെതിരെ വ്യാപക വിമർശനമാണ് സമൂഹമാധ്യമങ്ങളടക്കം ഉയരുന്നത്. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്.